ശ്രീ മഹാഭാരതത്തിലെ വിരാട പർവ്വതത്തിലാണ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത്. 12 വർഷത്തെ വനവാസത്തിനു ശേഷം പാണ്ഡവന്മാർ അജ്ഞാതവാസം ചെയ്യാൻ വേണ്ടി ആരും അറിയാതെ കഴിയുക എന്ന അവരുടെ ആ വ്യവസ്ഥയെ പാലിക്കാൻ വേണ്ടി വിരാട രാജാവിൻ്റെ, അതായത് മത്സ്യരാജാവിൻ്റെ കൊട്ടാരത്തിൽ വേഷപ്രച്ഛന്നരായിട്ട് കഴിയാം എന്ന് കരുതിയാണ് അവർ ചെല്ലുന്നത്. പാഞ്ചാലിയും 5 പാണ്ഡവന്മാരും ആ വിരാട നഗരിയിൽ ചെന്നു. ഏതേത് വേഷത്തിൽ ഏതേത് രൂപത്തിൽ അവർ അവിടെ കഴിയണമെന്നും അന്യോന്യം ചർച്ച ചെയ്ത് തീരുമാനിച്ചു. അങ്ങനെ അവർ നഗരത്തിലേക്ക് പ്രവേശിച്ചു. നഗരത്തിലേക്ക് പ്രവേശിച്ച സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് ദുർഗാദേവിയെ സ്തുതിക്കുന്ന സ്തോത്രം ചൊല്ലി ദുർഗാദേവിയെ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹിക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ തനിക്ക് ലഭിച്ച വരപ്രസാദം, തൻ്റെ അച്ഛനായ ധർമ്മദേവന്റെ വരവും തനിക്കുണ്ട് എന്നറിയാവുന്ന യുധിഷ്ഠിരൻ ധർമ്മദേവനെയും സ്തുതിച്ചു. അങ്ങ് എനിക്ക് തന്ന വരം ഈ സമയത്ത് ഫലിക്കുമാറാകട്ടെ, എൻ്റെ സഹോദരന്മാർക്കും അഭീഷ്ടമായ രൂപം പ്രാപിക്കാൻ സാധിക്കട്ടെ, ആരും തിരിച്ചറിയാതിരിക്കട്ടെ, അവർക്ക് വേണ്ടത്ര ബലവും രൂപവും കൈവരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചു. അങ്ങനെ യുധിഷ്ഠിരൻ തൻ്റെ രൂപം സ്വേച്ഛയാ രൂപം മാറുകയാണ്. എങ്ങനെയുള്ള രൂപമാണ് അദ്ദേഹം ധരിച്ചത്? അത് ബാഹ്യമായ എന്തെങ്കിലും ലേപനങ്ങൾ കൊണ്ടും വെച്ച് കെട്ടുകൊണ്ടും ഉണ്ടാക്കിയ വേഷമായിരുന്നില്ല ഇവരുടെ രൂപങ്ങൾ. അതൊക്കെ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട്, ധർമ്മദേവന്റെ അനുഗ്രഹം കൊണ്ട്, അതുപോലെ വനവാസ കാലത്ത് തൃണബിന്ദു, ഗന്ധമാദന പർവ്വതത്തെ തൃണബിന്ദു എന്ന് പറയുന്ന രാജഋഷിയുടെ അനുഗ്രഹവും പ്രച്ഛന്നരായിട്ട് കഴിയാനുള്ള അനുഗ്രഹം അദ്ദേഹവും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ അനുഗ്രഹങ്ങളെ കൊണ്ട്, ദിവ്യശക്തികളെ കൊണ്ടാണ് അവർ രൂപം മാറുന്നത്, അല്ലാതെ മേക്കപ്പ് മാറ്റുക എന്നുള്ള രീതിയല്ല. അങ്ങനെ തൻ്റെ ആ ഒരു വരപ്രസാദം കൊണ്ട് അദ്ദേഹം സ്വീകരിച്ച വേഷം എന്തായിരുന്നു? സവൈ ദ്വിജാതിസ്തരുണത്രിദണ്ഡധൃക് കമണ്ഡലൂഷ്ണീഷധരോന്വജായത സുരക്തമാഞ്ജിഷ്ഠവരംബരശിഖി പവിത്രപാണിർദൃശേ തദദ്ഭുതം. ഒരു ദ്വിജാതിയായിട്ട്, ബ്രാഹ്മണൻ, ദ്വിജാതി എന്ന് വെച്ചാൽ ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ഒക്കെ തന്നെ ദ്വിജാതിയാണ്, ദ്വിജനാണ്. ഏതായാലും ഒരു ബ്രാഹ്മണൻ്റെതായ വേഷം. ത്രിദണ്ഡം എന്ന് വെച്ചാൽ മനസ്സ്, വാക്ക്, അതുപോലെ ശരീരം, ഈ മൂന്നിൻ്റെയും നിയന്ത്രണത്തെ ആണ് ത്രിദണ്ഡം എന്ന് സാധാരണ സന്യാസധർമ്മത്തിലും മറ്റും പറഞ്ഞിട്ടുള്ളത്. ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യജ്ഞോപവീതം എന്ന പൂണൂല്, 3 ഇഴയുള്ള പൂണൂലിനെ ത്രിദണ്ഡം അല്ലെങ്കിൽ ത്രിദണ്ഡി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരു ബ്രാഹ്മണൻ ധരിക്കുന്ന പൂണൂലിൻ്റെ അർത്ഥവും ഈ മനസ്സ്, വാക്ക്, ശരീരം ഇവയുടെ നിയന്ത്രണത്തെ സൂചിപ്പിക്കുന്നതാകാം. ത്രിദണ്ഡധൃക്കായി, കമണ്ഡലു ഉഷ്ണീഷം തലപ്പാവണിഞ്ഞ്, അതുപോലെ സുരക്ത മാഞ്ജിഷ്ഠവരംബരഹ, രക്തവർണ്ണമുള്ള ചുവപ്പ് നിറമുള്ള മാഞ്ജിഷ്ഠം എന്ന് വെച്ചാൽ മഞ്ജിഷ്ഠ എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ, ആയുർവേദത്തിലൊക്കെ പ്രസിദ്ധമായ മഞ്ജിഷ്ഠം എന്ന് പറയുന്ന ആ വസ്തുവിൻ്റെ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിച്ചുകൊണ്ട്, ശിഖി കുടുമയൊക്കെ കെട്ടിയിട്ട്, കയ്യിൽ പവിത്രം അണിഞ്ഞ്, ദർഭ കൊണ്ടുള്ള പവിത്രം അണിഞ്ഞാണ് അദ്ദേഹം ഈ രാജാവിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. അദ്ദേഹത്തിൻ്റെ ഈ ശോഭ കണ്ടിട്ട്, തേജസ് കണ്ടിട്ട് മേഘാപ്രദനായ സൂര്യനെ പോലെയും ഭസ്മത്തിൽ മൂടിയ അഗ്നിയെപ്പോലെയും വിരാട് രാജാവിന് തോന്നിയെന്നാണ്. ദ്രൗപസവനായ ചക്രവർത്തി തുല്യനായിട്ടുള്ള ഒരാൾ അനുചരന്മാരൊന്നും ഇല്ലാതെ വന്നിരിക്കുന്ന എന്തിനായിരിക്കും എന്ന് അദ്ദേഹം ചിന്തിച്ചു. മൂർധാഭിഷിക്ത ഇതമേ മനോഗതം, ഇദ്ദേഹം ചക്രവർത്തിയായിട്ട് മൂർധാവിൽ അഭിഷേകം ചെയ്യപ്പെട്ടവനാണ് എന്ന് എനിക്ക് തോന്നുന്നു കണ്ടാൽ എന്ന് തൻ്റെ ആളുകളോട്, കിങ്കരന്മാരോട് അദ്ദേഹം പറഞ്ഞു. യുധിഷ്ഠിരൻ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ എല്ലാ ധനവും നഷ്ടപ്പെട്ട ഒരു ദ്വിജനാണ്, അങ്ങയുടെ കൂടെ വസ്കന് വന്നതാണ്. അപ്പോൾ വിരാടൻ അദ്ദേഹത്തിന് സ്വാഗതം എന്ന് പറഞ്ഞു. എൻ്റെ കൊട്ടാരത്തിൽ അങ്ങക്ക് യഥേഷ്ടം സ്വതന്ത്രമായിട്ട് കഴിയാം, അങ്ങ് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിച്ചു. ഞാൻ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മിത്രമായിട്ട് ഇരുന്ന ആളാണ്, അതുകൊണ്ട് അങ്ങയുടെ കൂടെ കഴിയാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ വിരാട രാജാവ് പറഞ്ഞു, അങ്ങ് യഥേഷ്ടമായി സ്വതന്ത്രമായി എൻ്റെ നാട്ടിൽ കഴിയാൻ, എൻ്റെ കൊട്ടാരത്തിൽ കഴിയാം. യുധിഷ്ഠിരൻ ഒരു വ്യവസ്ഥ പറഞ്ഞു, ഞാൻ നീചന്മാരുമായിട്ട് സംവാദം ചെയ്യുകയില്ല, അതിന് ഇടവരുത്തരുത് എന്ന് പറഞ്ഞു. വിരാടൻ പറഞ്ഞു, അങ്ങനെ വരില്ല, ആരെയും അങ്ങയോട് ഈ വിവാദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അനുവദിക്കുകയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ കങ്കൻ എന്ന പേര് പറഞ്ഞുകൊണ്ട് യുധിഷ്ഠിരൻ അവിടെ അദ്ദേഹത്തിൻ്റെ ആ ചൂതുകളിയിലൊക്കെ അദ്ദേഹത്തെ രസിപ്പിച്ചുകൊണ്ടും ഒക്കെ കൊട്ടാരത്തിൽ കഴിയാൻ തീരുമാനിച്ചു. അതേപോലെ ഒരു ദിവസം ഭീമൻ വലിയൊരു ചട്ടുകം ദർവി
അതുപോലെ മന്ത് ഖജ എന്ന് സംസ്കൃതത്തിൽ പറയും. മന്തും തവിയൊക്കെ ആയിട്ട് അദ്ദേഹം വന്ന് സമയത്ത് രാജാവ് ചിന്തിക്കുകയാണ്, ഇതൊരു ഇന്ദ്രസമന, ഇന്ദ്രനെ പോലെ അത്ര ബൃഹത് കായനാണല്ലോ, ശരീരമാണല്ലോ, ഗന്ധർവ രാജാവാണോ എന്നൊക്കെ സംശയിച്ചു. ആരാണ് നീ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ സൂതനാണ്. സൂതൻ എന്ന് വെച്ചാൽ പാചകം ചെയ്യുന്നവൻ, എൻ്റെ പേര് വല്ലവൻ എന്നാണ്. സൂതതാം വല്ലഭ ശ്രദ്ധധാമിത്തെ സഹസ്രനേത്ര പ്രഥമോ വിരാജസേ. നിന്നെ കണ്ടാൽ ഒരു സൂതൻ ആണ് എന്ന് തോന്നുന്നില്ല, നിന്നെ ഇന്ദ്രന് സമനായ ഒരു ബലിഷ്ഠനായ ശരീരമാണല്ലോ നിനക്കുള്ളത്, ഇന്ദ്രന് തുല്യനാണല്ലോ നീ എന്ന് പറഞ്ഞു. ഭീമൻ പറഞ്ഞു, ഞാൻ ഒരു പാചകക്കാരനാണ്, ഞാൻ അങ്ങേ സേവിച്ചു കൊള്ളാം. പലതരം വ്യഞ്ജനങ്ങൾ ഞാൻ അടുക്കളയിൽ ഉണ്ടാക്കും. പണ്ട് യുധിഷ്ഠിരനെ ഞാൻ സേവിച്ചിരുന്നു. എനിക്ക് ശരീരബലമുണ്ട്, ഞാൻ ഗുസ്തിക്കാരനാണ്. ആനയെയും സിംഹങ്ങളെയും ഒക്കെ തന്നെ ഞാൻ ഗുസ്തിയിൽ പരാജയപ്പെടുത്തി അങ്ങയെ സന്തോഷിപ്പിച്ചു കൊള്ളാം എന്ന് പറഞ്ഞു. രാജാവ് അദ്ദേഹത്തിന് വരം കൊടുക്കുകയാണ്, നീ എൻ്റെ മഹാനസത്തിൽ അടുക്കളയിൽ ജോലിക്കാരനായിട്ടിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഭീമനെ വല്ലവൻ എന്ന പേരോട് കൂടിയിട്ടുള്ള ഭീമൻ. നമുക്ക് കഥകളിയിൽ, കീചകവധം കഥകളിലൊക്കെ തന്നെ ആട്ടക്കഥയിൽ വലലൻ എന്നുള്ള പേര് സ്വീകരിച്ചതായിട്ട് നമുക്ക് കാണാം. പക്ഷെ അത് ശരിയല്ല. അതൊരു പക്ഷേ ഏതെങ്കിലും പാഠത്തിൽ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ പ്രസിദ്ധമായ പാഠങ്ങളിലൊക്കെ വല്ലവൻ എന്ന പേരാണ് ഭീമനെ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് കാണാൻ സാധിക്കും. പിന്നീട് ദ്രൗപദി ദേവി ഒരു സൈരന്ധ്രിയായിട്ട്, മുടി ഒക്കെ അഴിഞ്ഞു കിടക്കുന്ന മുടിയാണ് ദ്രൗപദിയുടേത്. ആ അഴിഞ്ഞു കിടക്കുന്ന മുടി വലതു തോളിലൂടെ മുന്നോട്ട് ഇട്ടുകൊണ്ട് മലിന വസ്ത്രം ധരിച്ച് ആ വിരാട് രാജാവിന്റെ കൊട്ടാരത്തിൽ വെളിയിൽ പ്രത്യക്ഷപ്പെടുകയാണ്. സുന്ദരിയായ, അതീവ സുന്ദരിയായിട്ടുള്ള ഈ ലക്ഷണമൊത്ത സ്ത്രീയെ കണ്ടിട്ട്, മലിന വസ്ത്രം ധരിച്ച സ്ത്രീയെ കണ്ടിട്ട് ആളുകൾക്ക് ചുറ്റും കൂടി. അപ്പോൾ പ്രാസാദ പര്യങ്കത്തിൽ നിന്ന്, മുകളിൽ നിന്നും മട്ടുപ്പാവിൽ നിന്ന് വിരാട് രാജാവിന്റെ ഭാര്യയായ വിരാടസ്യതു കൈകേയി ഭാര്യ പരമസമ്മത. വിരാട് രാജാവിന്റെ ഭാര്യ കൈകേയി. കൈകേയി എന്ന് പറയാൻ കാരണം കേകയ രാജ്യത്തെ കുമാരി ആയതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ദശരഥന്റെ ഭാര്യയും കൈകേയി എന്ന് പറയാൻ കാരണം. കൈകേയിയുടെ പേര് മറ്റെന്തോ ആയിരുന്നു. അതുപോലെ വിരാട് രാജാവിന്റെ ഭാര്യയുടെ പേര് സുദേഷ്ണ എന്നാണ്. ഈ സുദേഷ്ണയെ കൈകേയി എന്ന് പറയുന്നത് കേകയ രാജ്യത്തെ രാജകുമാരി ആയതുകൊണ്ടാണ് എന്ന് നമ്മൾ അറിയണം. ആലോകയന്തി ദൃശേ പ്രാസാദാ ദ്രുപദാത്മജാം. കൊട്ടാരത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഈ സുന്ദരിയായ പാഞ്ചാലിയെ കണ്ടു. ഇത്രയും സുന്ദരിയായ ഒരു സൈരന്ധ്രി ഉണ്ടാകുമോ എന്ന് അവർ സംശയിക്കുകയാണ്. അങ്ങനെ ആളുകളെ അയച്ച് ദ്രൗപദി അടുത്തേക്ക് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, നോച്ച ഗുൽഫ സംഹതോരു ത്രിഗംഭീര ഷഡുന്നത രക്ത പഞ്ചസു രക്തേഷു ഹംസഗദ്ഗത ഭാഷിണി. അല്ലയോ സുന്ദരി, നിന്റെ ശരീരം നോച്ച ഗുൽഫ, നിന്റെ ശരീരത്തിൽ എല്ലുകളൊന്നും അതുപോലെ സന്ധികളൊന്നും എഴുന്നു നിൽക്കുന്നില്ല, മുകളിൽ അങ്ങനെ പൊങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നില്ല, മാംസത്തിൽ താഴ്ന്നു കിടക്കുന്നതായിട്ട് കാണുന്നു. അതൊരു ശുഭലക്ഷണമാണ്. സാമുദ്രിക ശാസ്ത്രപ്രകാരം നല്ല ലക്ഷണമുള്ള ശരീരത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഇത് പറയുന്നത്. സംഹതോരു, തുടകള് പരസ്പരം ചേർന്ന് നിൽക്കുന്നു, അതിൽ ഇടതിങ്ങി നിൽക്കുന്നു എന്നർത്ഥം. ത്രിഗംഭീര, ത്രിഗംഭീര എന്ന് വെച്ചാൽ 3 അവയവങ്ങൾ ഗംഭീരമായിരിക്കുന്നു. നാഭി, വാണി, ബുദ്ധി, ഈ 3 കാര്യങ്ങൾ. പിന്നെ ഷഡുന്നത, 6 അവയവങ്ങൾ ഉയർന്നു നിൽക്കുന്നു. മൂക്ക്, ചെവി, കണ്ണ്, സ്തനം, നഖം മുതലായിട്ടുള്ള 6 അവയവങ്ങൾ പൊങ്ങി നിൽക്കുന്നു. രക്ത പഞ്ചസു രക്തേഷു, 5 ഭാഗങ്ങളിലെ ശരീരത്തിൽ 5 ഭാഗങ്ങളിൽ ചുവപ്പ് നിറം ഉണ്ടാവുക എന്നുള്ളത് നല്ല ലക്ഷണമാണ്. ഏതൊക്കെയാണ്? കണ്ണിന്റെ കോണുകളിലും, ചുണ്ടുകൾ, അതുപോലെ നാവ്, ഉള്ളം കൈ, ഉള്ളം കാല്, ഈ 5 സ്ഥലങ്ങളിൽ പഞ്ചസു രക്തേഷു ഹംസ ഗദ്ഗത ഭാഷിണി, ഹംസത്തിന്റെ ശബ്ദം, അല്പം ഗദ്ഗതത്തോടു കൂടിയിട്ടുള്ള സംഭാഷണവും നല്ല കുലീനയായ ഒരു സ്ത്രീയുടെ ലക്ഷണമാണ്. പുരുഷന്മാർക്കും ഇത്തരം ലക്ഷണങ്ങളുണ്ട്. സ്ത്രീകൾക്ക് ഇവിടെ പറഞ്ഞിരിക്കുന്നു കട്ടിയുള്ള പുരികം, ബിംബഫലം പോലെയുള്ള ഫലം പോലെ സുന്ദരമായ ചുണ്ടുകള്, കമ്പുഗ്രീവ, ശംഖ് പോലെയുള്ള കഴുത്ത്, സുകേശി, സുസ്തനി, ശ്യാമ, പീനശ്രോണി വയോധര, തേനേവ സമ്പന്ന, കാശ്മീരീവ തുരങ്കമി. കാശ്മീര ദേശത്തുള്ള കുതിരയെ പോലെ സുന്ദരിയായിരിക്കുന്നു. ലക്ഷണമൊത്ത കുതിര കാശ്മീര ദേശത്താണ് കാണുക എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഇപ്പോൾ കാശ്മീരി തുരങ്കി എന്ന് വെച്ചാൽ കാശ്മീരിലുള്ള പെൺകുതിരയെ പോലെ നീ ലക്ഷണമൊത്തവളാണ്, സുന്ദരിയാണ്. നീ ലക്ഷ്മി തന്നെയാണോ? യക്ഷിയാണോ? ഗന്ധർവിയാണോ? ദേവിയാണോ? ദേവകന്യകയാണോ? ഭുജംഗമി, സർപ്പകന്യകയാണോ? നഗരദേവതയാണോ? കിന്നരിയാണോ? വിദ്യാധരിയാണോ? അല്ല ചന്ദ്രന്റെ പത്നിയായ രോഹിണിയാണോ എന്നൊക്കെ ഈ സുദേഷ്ണ ചോദിക്കുന്നു. അതുപോലെ അലംബുഷ, മിത്രകേശി, പുണ്ടരീക, മാലിനി, ഇന്ദ്രാണി, വാരുണി, ഇങ്ങനെയുള്ള നിരവധി ദേവസ്ത്രീകളുടെ പേരൊക്കെ എടുത്തു ചോദിക്കുകയാണ്, നീ ഇതിൽ ആരെങ്കിലും ആണോ? ദ്രൗപദി പറഞ്ഞു, എൻ്റെ പേര് മാലിനി എന്നാണ്, ഞാൻ സൈരന്ധ്രിയാണ്, നന്നായി കേശാലങ്കാരം ചെയ്യും. മുമ്പ് സത്യഭാമ, കൃഷ്ണപത്നിയായ സത്യഭാമയുടെയും
പാണ്ഡവപത്നിയായ പാഞ്ചാലിയുടെയും കേശാലങ്കാരം ഞാൻ ചെയ്തിരുന്നു. അങ്ങയുടെ ഭവതിയുടെ സേവനം ചെയ്യാൻ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. സുദേഷ്ണ പറഞ്ഞു, വളരെ സന്തോഷം, എനിക്ക് ഇങ്ങനെ ഒരു സൈരന്ധ്യം ഉണ്ടായത് നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഇവിടെയുള്ള സ്ത്രീകൾ പോലും നിന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ പുരുഷന്മാരുടെ കാര്യം പ്രത്യേകം പറയേണ്ടതുണ്ടോ എന്നാണ്. വൃക്ഷങ്ങൾ പോലും നിന്നെ കണ്ട് നമസ്കരിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. എൻ്റെ ഭർത്താവായ രാജാവ് നിന്നെ കണ്ടു കഴിഞ്ഞാൽ എന്നെ ഉപേക്ഷിക്കുമോ എന്നും എനിക്ക് ഭയമുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ നിന്നെ പാർപ്പിക്കുന്നത്, എൻ്റെ കൊട്ടാരത്തിൽ പാർപ്പിക്കുന്നത് മരം കയറാൻ അറിയാത്ത ഒരാൾ മരത്തിൽ കയറി വീഴുന്നത് പോലെയായിത്തീരും. അതുപോലെ ഞണ്ടുകൾ ചാകാൻ വേണ്ടിയിട്ടാണ് പ്രസവിക്കുക. പ്രസവിച്ചു കഴിഞ്ഞാൽ ഉടനെ ആ തള്ള ഞണ്ട് ചത്തുപോകുന്നതാണ്. അങ്ങനെ ചാകാൻ വേണ്ടി പ്രസവിക്കുന്ന ഞണ്ടുകളെ പോലെയായി തീരില്ലേ ഞാൻ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ദ്രൗപദി പറഞ്ഞു, വിരാട് രാജാവിന് എന്നെ ഒരിക്കലും കിട്ടുകയില്ല. കാരണം എനിക്ക് അതിശക്തന്മാരായ 5 ഗന്ധർവന്മാർ ഭർത്താക്കന്മാരായിട്ടുണ്ട്. അവർ എന്നെ രക്ഷിച്ചുകൊള്ളും. പക്ഷേ എനിക്ക് ചില വ്രതങ്ങളുണ്ട്. ഞാൻ ആരുടെയും ഉച്ഛിഷ്ടം കഴിക്കുകയില്ല, ആരുടെയും പാദം ഞാൻ കഴുകുകയില്ല. ഈ 2 കാര്യങ്ങൾ എനിക്ക് അതിലൊരു വിട്ടുവീഴ്ച ചെയ്തു തരണം. ഏതെങ്കിലും പുരുഷൻ എന്നെ ഒരു പ്രാകൃത സ്ത്രീ എന്ന് കരുതിയിട്ട് ബലമായി പ്രാപിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അവൻ പരലോകവാസിയായി തീരും, നരകത്തിലേക്ക് പോവുകയും ചെയ്യും, ചത്തുപോകും. എൻ്റെ ഭർത്താക്കന്മാരെ വന്ന് കൊല്ലുമെന്നർത്ഥം. സുദേഷ്ണ അതൊക്കെ സമ്മതിച്ചു. സൈരന്ധ്രിയായിട്ട് പാഞ്ചാലിയെ സ്വീകരിക്കുകയും ചെയ്തു. അങ്ങനെ ആ സമയത്ത് ഏകദേശം 1-2 ദിവസങ്ങൾക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഈ 5 പാണ്ഡവന്മാർ അവിടെ വന്നു ചേരുന്നത്, കൃഷ്ണയും വന്നു ചേരുന്നത്. സഹദേവൻ ഒരു ദിവസം ഈ ഗോഷ്ഠ സമീപം, പശുക്കൾ കെട്ടിയിട്ടുള്ള ഗോഷ്ഠത്തിന് സമീപമായിട്ട് സഹദേവനെ കാണുന്നു. ലക്ഷണമൊത്ത ഒരാളെ കാണുന്നു. രാജാവ് വന്ന് പരിചയപ്പെടുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ യുധിഷ്ഠിരൻ്റെ 8 ലക്ഷം പശുക്കളുള്ള യുധിഷ്ഠിരൻ്റെ പശുപാലകനായിരുന്നു. എൻ്റെ പേര് തന്ത്യപാലൻ എന്നാണ്. എനിക്ക് പശുക്കളുടെ എണ്ണം എടുക്കാൻ അറിയാം. പശുക്കളെ രക്ഷിക്കും. ഞാൻ രക്ഷിക്കുന്നുണ്ടെങ്കിൽ പശുക്കൾക്ക് രോഗം വരികയില്ല, പശുക്കളുടെ എണ്ണം വർദ്ധിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഐശ്വര്യമുള്ള ഒരു ആളാണ് ഞാൻ എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ വാക്കുകളും ഒക്കെ കേട്ട് വിശ്വസിച്ച് വിരാടൻ അദ്ദേഹത്തെ പശുപാലകനായിട്ട് നിയമിച്ചു. അതിനുശേഷമാണ് കൊട്ടാരത്തിന് വെളിയിൽ വളരെ നാടകീയമായിട്ടാണ് അവിടെ അർജുനൻ പ്രത്യക്ഷപ്പെടുന്നത്. കൊട്ടാരം അതിന് വെളിയിൽ മഹാകായന വലിയ ശരീരമുള്ള സ്ത്രീകളുടെ വസ്ത്രമണിഞ്ഞിരിക്കുന്ന ഒരു സുന്ദര പുരുഷൻ, മഹാഭുജൻ, വലിയ കൈകൾ, നടക്കുമ്പോൾ ഭൂമി കുലുങ്ങുന്നു. വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിന് സമീപം കണ്ടു. രാജാവ് അദ്ദേഹത്തെ കണ്ട് പറയുകയാണ്, സത്തോപപന്ന പുരുഷോമരോപമ ശ്യാമോ യുവ വാരണയൂഥപോത്തമ. നല്ല ലക്ഷണമൊത്ത ശരീരമുള്ളവൻ, ദേവന്മാർക്ക് സദൃശമായ സൗന്ദര്യവും ചൈതന്യവുമുള്ളവൻ, ശ്യാമവർണ്ണമുള്ളവൻ, യുവാവ്, ആനയെപ്പോലെ അങ്ങനെ കുലുങ്ങുന്ന നടത്തം, ആമുച്ച കമ്പൂപരിഘാടകേ ശുഭേ, അതുപോലെ തോളേക്ക് നീണ്ടുകിടക്കുന്ന മുടിയും, അതുപോലെ സുന്ദരമായ വലിയ വലിയ കുണ്ടലങ്ങൾ അണിഞ്ഞിരിക്കുന്നു. വിമുച്ച വേണിയും അഭിനഹ്യ കുണ്ടലേ, അതുപോലെ ആ കുണ്ടലങ്ങളെ മൂടുന്ന രീതിയിലുള്ള ആ മുടിക്കെട്ടും ഒക്കെ അണിഞ്ഞിരിക്കുന്ന നീ ആരാണ് ചോദിച്ചു. അർജുനൻ പറഞ്ഞു, ഗായാമി നൃത്യാമ്യഥ വാദയാമി ഭദ്രോസ്മി നൃത്യേ കുശുരോസ്മി ഗീതേ ത്വമുത്തരായേ പ്രതിശസ്വമാം സ്വയം ഭവാമി ദേവ്യാ നരദേവ നർത്തക. ഞാനൊരു നർത്തകനാണ്. ഞാൻ പാട്ട് പാടുന്നു, നൃത്തം ചെയ്യുന്നു, ഞാൻ വാദ്യം കൂട്ടുന്നു. 3 കാര്യങ്ങൾ ഒരേ സമയത്ത് ചെയ്യും. തൗര്യത്രികം എന്ന് പറയും. 3 തരം ഈ സംഗീത നൃത്തങ്ങൾ ചെയ്യുന്ന, സംഗീതം, നൃത്തം, വാദ്യം, 3ഉം ഒരേപോലെ നന്നായി ചെയ്യുന്ന ആളിനെയാണ്, അല്ലെങ്കിൽ അതിനെ ഈ 3നെയും ചേർത്താണ് തൗര്യത്രികം എന്ന് പറയുന്നത്. ഇതിൽ എനിക്ക് പ്രത്യേകമായ നൈപുണ്യമുണ്ട്. അങ്ങയുടെ കൊട്ടാരത്തിൽ അങ്ങയുടെ മകളായ ഉത്തരയെ ഞാൻ നൃത്തം പഠിപ്പിച്ചു കൊള്ളാം, അതുപോലെ അങ്ങയെയും ഞാൻ ആനന്ദിപ്പിച്ചു കൊള്ളാം എന്ന് പറയുകയാണ്. അങ്ങനെ രാജാവ് അദ്ദേഹത്തെ ഉത്തരയുടെ നൃത്താധ്യാപികയായിട്ട് അവിടെ നിയമിച്ചു. പ്രിയശ്ച താസാം സബഭൂവ പാണ്ഡവ. രാജകൊട്ടാരത്തിലെ എല്ലാ സ്ത്രീകൾക്കും അദ്ദേഹം പ്രിയപ്പെട്ടവനായി തീർന്നു എന്നാണ്. സ്ത്രീ വേഷം ധരിച്ച പുരുഷ ശരീരമുള്ള ബൃഹന്നള അവിടെ കൊട്ടാരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവളായിട്ട് മാറുകയാണ്. അതുപോലെ ഒരു ദിവസം നകുലൻ അവിടെ വരുന്നു. കുതിരക്കാരനായിട്ടാണ് വരുന്നത്. ഗ്രന്ഥികൻ എന്ന പേര് സ്വീകരിച്ചുകൊണ്ട് കുതിരക്കാരനായിട്ട് അദ്ദേഹവും വരുന്നു. രാജാവിൻ്റെ ഇഷ്ടപ്പെട്ട ആളായിട്ട് മാറുന്നു. കുതിരയെ സംരക്ഷിച്ചുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ കഴിയുന്നു. ഇങ്ങനെ ഈ യുധിഷ്ഠിരാദ്യ പാണ്ഡവന്മാരും പാഞ്ചാലിയും വിരാട് നഗരത്തിൽ ധർമ്മദേവന്റെയും തൃണബിന്ദുവിൻ്റെയും അനുഗ്രഹം കൊണ്ട് സുരക്ഷിതരായിട്ട് കഴിഞ്ഞുകൂടി. രാജാവിനെയും രാജകുമാരൻ്റെയും അതുപോലെ മറ്റു കുമാരന്മാരെയും ഒക്കെ തന്നെ ചൂതിൽ രസിപ്പിച്ചുകൊണ്ട് യുധിഷ്ഠിര മഹാരാജാവ് മുമ്പ് ചൂതിൽ തോറ്റ ആളാണെങ്കിലും ഇപ്പോൾ മഹർഷിമാരിൽ നിന്നും അക്ഷഹൃദയ മന്ത്രം ലഭിച്ചതിനാൽ അദ്ദേഹത്തിന് ചൂതുകളിയിൽ പരാജയം വരികയില്ല, വൈദഗ്ധ്യം വന്നു ചേർന്നിരിക്കുന്നു.
ചൂതിൽ ജയിച്ചിട്ട് കൊട്ടാരത്തിന് കിട്ടുന്ന ധനം അദ്ദേഹം തൻ്റെ 4 സഹോദരന്മാർക്കും പങ്കുവെച്ചു കൊടുക്കും, രഹസ്യമായിട്ട് പങ്കുവെച്ചു കൊടുക്കുമായിരുന്നു, താൻ നിങ്ങൾ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഭീമസേനന് മാംസം ആഹാരം പാകം ചെയ്തിട്ടും നല്ല ഭക്ഷണം പാകം ചെയ്തിട്ടും കിട്ടുന്ന സമ്മാനങ്ങൾ, അത് അങ്ങനെ കിട്ടുന്ന ധനം ഒക്കെ തന്നെ രാജാവിൻ്റെ അടുത്ത് കിട്ടുന്ന വേതനം അത് യുധിഷ്ഠിരനെ കൊണ്ട് ഏൽപ്പിച്ചു. അർജുനൻ വസ്ത്രങ്ങളൊക്കെ തന്നെ പുതിയ വസ്ത്രങ്ങൾ വിൽപ്പന നടത്തിയിട്ടും മറിച്ച് വിറ്റിട്ടും ഒക്കെ കിട്ടുന്ന കാശ് അത് യുധിഷ്ഠിരനെ ഏൽപ്പിച്ചു. സഹദേവൻ പാല്, നെയ്യ് മുതലായ കാര്യങ്ങൾ തൻ്റെ സഹോദരന്മാർക്ക് ആരും അറിയാതെ ചെന്നു കൊടുത്ത് അവരെ സഹായിച്ചു. നകുലൻ അശ്വപാലനം ചെയ്ത് കിട്ടുന്ന ധനവും യുധിഷ്ഠിരനെ ഏൽപ്പിച്ചു. അങ്ങനെ അവര് ഈ കാലഘട്ടത്തിൽ അവർ ചെറിയ ചെറിയ ധനസമ്പാദനവും ചെയ്തു. അത് അവർ പരസ്പരം പങ്കിടുകയും ഒരേപോലെ വീതിച്ചെടുക്കുകയും ചെയ്തുകൊണ്ട് ആ സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവർ 4 മാസം വിരാട് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കഴിഞ്ഞുകൂടി. ആ ഇടക്ക് 4-ാം മാസം ആയപ്പോൾ, 3 മാസം കഴിഞ്ഞുകൂടി 4-ാം മാസത്തിൽ ബ്രഹ്മാവിൻ്റെ പൂജ ചെയ്യുന്ന ഒരു ഉത്സവം അവിടെ നടക്കുകയായിരുന്നു. നിരവധി മല്ലന്മാർ നാനാഭാഗത്തു നിന്നും വന്നു ചേർന്നു. മഹാകായാഹ മഹാവീര്യാഹ കാലജഗ്രാഹ ഇവ ആസുരാഹ വീരോത്തമാഹ ബലോദഗ്രാഹ രാജ്ഞാ സമഭിപൂജിതാഹ. രാജാവിന് ഈ മല്ലന്മാരെ വലിയ ഇഷ്ടമായിരുന്നു. വലിയ ശൂരന്മാരായിട്ടുള്ള അസുരന്മാരെ പോലെ ശക്തിയുള്ളവരായ അതിഭീകരന്മാരായിട്ട് മല്ലന്മാർ നിരവധി പേര് വന്നു ചേർന്നു. അങ്ങനെ ആ മല്ലയുദ്ധം ജനങ്ങളൊക്കെ കണ്ടുകൊണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊരു മല്ലൻ, ജീമൂതൻ എന്ന പേരുള്ള ഒരു മല്ലൻ, സകല മല്ലന്മാരെയും യുദ്ധത്തിൽ തോൽപ്പിച്ച് എല്ലാവർക്കും വെല്ലുവിളി ഉയർത്തിക്കൊണ്ട് ഇനി ആരെങ്കിലും എന്നെ ജയിക്കാനുണ്ടോ, ആരുടെ വീര പൗരുണ വാട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാജാവ് തൻ്റെ പാചകക്കാരനായ വല്ലവനെ വിളിക്കുകയാണ്. അവനെ വിളിച്ചു കൊണ്ടുവരൂ, അവൻ ഒരു കൈ നോക്കട്ടെ എന്ന് പറഞ്ഞു ഭീമനെ വിളിച്ചു കൊണ്ടുവന്നു. ഭീമന് താല്പര്യമില്ലായിരുന്നു. കാരണം തൻ്റെ ബലം അറിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഭീമനാണെന്ന് തിരിച്ചറിയുമോ എന്നുള്ള ഒരു ആശങ്കയുണ്ടായിരുന്നു. രാജാവിനോട് എതിർപ്പ് പറയാൻ പറ്റാത്തത് കൊണ്ട് വളരെ ദുഃഖത്തോട് കൂടിയിട്ട് അദ്ദേഹം ഈ യുദ്ധത്തെ സ്വീകരിക്കുകയാണ്. ബബന്ധ കക്ഷാം കൗന്ദേയ തതസംഹർഷയഞ്ജനം തതസ്തു വൃത്രസങ്കാശം ഭീമോ മല്ലം സമാഹ്വയത്. തൻ്റെ അരക്കെട്ട് മുറുക്കി കെട്ടി ജനങ്ങളെ ഹർഷിപ്പിക്കുന്ന രീതിയിൽ, പാചകക്കാരന് പൊതുവെ ആളുകളായിട്ട് നല്ല അടുപ്പം ഉണ്ടാകും. അടുപ്പം കൊണ്ട് എല്ലാവർക്കും അദ്ദേഹത്തെ അറിയാം. അവരെയൊക്കെ സന്തോഷിപ്പിച്ചുകൊണ്ട് ശബ്ദഘോഷം ഉണ്ടാക്കി എന്നിട്ട് ആ മല്ലനെ വാടാ എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിന് വേണ്ടി വെല്ലുവിളിച്ചു. ആളുകൾ കരഘോഷം മുഴക്കി സ്വീകരിച്ചു. ജീമൂതം നാമതം തത്ര മല്ലം പ്രഖ്യാത വിക്രമം. അതിപ്രസിദ്ധനായിട്ടുള്ള ജീമൂതനുമായിട്ട് അദ്ദേഹം ഏറ്റുമുട്ടി. രണ്ടുപേരും ഷഷ്ടിഹായനന്മാരായ മത്തഗജങ്ങളെ പോലെ, ഷഷ്ടിഹായൻ എന്ന് വെച്ചാൽ 60 വയസ്സുള്ള ആനകൾ, ലക്ഷണമൊത്ത ആനകൾ 60 വയസ്സാകുമ്പോഴാണ് ആനയുടെ പൂർണ്ണ വളർച്ചയാകുന്നത്. അങ്ങനെയുള്ള ആനകളെ പോലെ അവർ പോരാടി ഘോരമായ യുദ്ധം നടന്നു. സന്നിപാതം, അവധൂതം, പ്രമാദം, ഉന്മഥനം, ക്ഷേപണം, മുഷ്ടി, തലം, വജ്രം മുതലായ നിരവധി പ്രയോഗങ്ങൾ ഇവിടെ അവർ ചെയ്തു എന്ന് പറയുന്നുണ്ട്. ഓരോന്നിനും വ്യാഖ്യാനം, നീലകണ്ഠി വ്യാഖ്യാനത്തിന്റെ അർത്ഥമൊക്കെ പറഞ്ഞിട്ടുണ്ട്. സന്നിപാതം എന്ന് വെച്ചാൽ പ്രമാദം എന്ന് വെച്ചാൽ എന്താണ്? നിപാത്യ പേഷണം ഭൂമോ പ്രമാദ ഇതി കഥ്യതേ. നിലത്ത് തള്ളിയിട്ടിട്ട് ഞെരിക്കുക, കാലുകൊണ്ടോ കൈകൊണ്ടോ ഞെരിക്കുക എന്നുള്ളതാണ് പ്രമാദം. സന്നിപാതം എന്ന് വെച്ചാൽ നിലത്ത് തള്ളിയിടുക എന്നുള്ളതാണ്. ഉന്മഥനം എന്ന് വെച്ചാൽ യത്തൂഥായ അംഗമഥനം ഉന്മഥനം ഉച്യതേ. പിടിച്ചു എഴുന്നേൽപ്പിച്ച ശേഷം ശരീരം ഒക്കെ തന്നെ നുറുക്കിക്കളയും, ശരീരം അങ്ങനെ മഥനം ചെയ്യുക, അമർത്തി ഞെരിക്കുക എന്നുള്ളതാണ് ഉന്മഥനം എന്ന് മല്ലശാസ്ത്രത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് നീലകണ്ഠാചാര്യരൊക്കെ പറയുന്നത്. ക്ഷേപണം കഥ്യതേയത്തു സ്ഥാനാത് പ്രഖ്യാപനം ഹഠാത്. ക്ഷേപണം എന്ന് പറയുന്നത് നിന്നതിൽ തള്ളി താഴെയിടലാണ്. മുഷ്ടി എന്ന് പറയുന്നത് എന്താണ്? ഉഭയോർ ഭുജയോർ മുഷ്ടിരുരോമധ്യേ നിപാത്യതേ മുഷ്ടിരിത്യുച്യതേ തജ്ഞഹി മല്ലവിദ്യാ വിശാരദേഹി. മുഷ്ടി എന്ന് പറയുന്നത് 2 കൈകളും ചേർത്ത് പിടിച്ചുകൊണ്ട് ചുരുട്ടി പിടിച്ചിട്ട് നെഞ്ചിൽ ഉരോമധ്യേ നെഞ്ചിൻ്റെ മധ്യത്തിലായിട്ട് അതിശക്തമായിട്ട് ഇടിച്ച് താഴെ വീഴ്ത്തലാണ് മുഷ്ടിപ്രഹാരം അല്ലെ മുഷ്ടി എന്ന് പറയുന്നത്. പിന്നെ മറ്റൊന്ന് വരാഹോദ്ഭൂത നിസ്വനം എന്നാണ്. വരാഹോദ്ഭൂത നിസ്വനം അതെങ്ങനെയാണ്? ഒരു ശബ്ദമുണ്ടാകും. എന്താണ് ശബ്ദം? അവാങ്മുഖം സ്കന്ധഗതം ഭ്രാമയിത്വ തദൈവയഹ. ശബ്ദമുണ്ടാക്കാൻ പറ്റാത്ത രീതിയിൽ തല കീഴാക്കിയിട്ട് ചുമലിൽ പൊക്കിയെടുത്തുകൊണ്ട് പലതവണ കറക്കിയിട്ട് നിലത്ത് വലിച്ചെറിയുക. നിലത്ത് വലിച്ചെറിയ സമയത്തുണ്ടാകുന്ന ശബ്ദം കൂടി ചേർന്നതാണ് വരാഹോദ്ഭൂത നിസ്വനം എന്ന് പറയുന്നത്. തലം എന്ന് പറയുന്നത് 2 കൈകളിലെ ഈ തർജന്യ അങ്കുഷ്ഠ മധ്യേന, ചൂണ്ടുവിരലും അതുപോലെ അങ്കുഷ്ഠം പെരുവിരലും ചേർത്ത് പിടിച്ച് മുഷ്ടി ചുരുട്ടിയിട്ട്
ഇടിക്കുന്നതിനെയാണ് തലം എന്ന് പറയുന്നത്. വജ്രം എന്ന് പറയുന്നത് സംഗ്രാഹോ വജ്രമിഷ്യതയെ, ചുറ്റി കൈകൊണ്ട് വരിഞ്ഞു മുറുക്കി പിടിക്കുന്നതിനെയാണ് വജ്രം എന്ന് പറയുന്നത്. തദ്യുദ്ധമഭവത് ഘോരമശസ്ത്രം ബാഹു തേജസ ഫലപ്രമാണേന ശൂരാണാം സമാജോത്സവ സന്നിധവും. ആ ഉത്സവത്തിന്റെ ഭാഗമായിട്ട് ഈ ശൂരന്മാർ അതിഘോരമായ യുദ്ധം ചെയ്തു. ഭീമൻ ആ ജീമൂതനെ പൊക്കിയെടുത്ത് എറിഞ്ഞു, നിലത്തിട്ട് വലിച്ചു. സിംഹം ആനയെപ്പോലെ പല രീതിയിൽ അവനെ വശം കെടുത്തുകയും ഒടുവിൽ പൊക്കിയെടുത്ത് 100 തവണ കറക്കിയിട്ട് ക്ഷീണിച്ചു പോയ അവൻ ആ മല്ലനെ താഴെയിട്ട് ഞെരിച്ച് അവനെ കൊല്ലുകയും ചെയ്തു. അപ്പോൾ ചുറ്റുപാടും ഹർഷനാദമുണ്ടായി. ആളുകൾ വളരെയധികം ആഹ്ലാദിച്ചു. വിരാടനും സന്തോഷിച്ചു, ബന്ധുക്കളും സന്തോഷിച്ചു. പിന്നീട് ഭീമനെ കൊണ്ട് സിംഹങ്ങളെ കൊണ്ടും ആനകളെ കൊണ്ടും യുദ്ധം ചെയ്യിച്ചു ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട്. അതുപോലെ മറ്റ് സന്ദർഭങ്ങളിലും സ്ത്രീകളുടെ മധ്യത്തിൽ സിംഹവുമായിട്ട് ഭീമനെ കൊണ്ട് യുദ്ധം ചെയ്യിക്കുന്നത് അദ്ദേഹത്തിന് ഒരു വിനോദമായിരുന്നു എന്നാണ്. ഇങ്ങനെ ഭീമൻ മല്ലയുദ്ധം ചെയ്തുകൊണ്ടും പാചകം ചെയ്തുകൊണ്ടും അതുപോലെ അർജുനൻ പാട്ടുപാടി നൃത്തം ചെയ്തും ഒക്കെ തന്നെ നകുലനും സഹദേവനും ഇങ്ങനെ അശ്വപാലനം അതുപോലെ ഗോപാലനം ചെയ്തും ഒക്കെ തന്നെ വിരാട രാജകൊട്ടാരത്തിലെ ആളുകളെ സന്തോഷിപ്പിച്ചു. അങ്ങനെ 9 മാസം കഴിഞ്ഞു കൂടി 10-ാം മാസമാകുമ്പോൾ അവർക്ക് പുതിയ ചില പരീക്ഷണങ്ങൾ, പുതിയ ചില പ്രശ്നങ്ങൾ അവിടെ ഉടലെടുത്ത് വരുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം.